ശബരിമല ക്ഷേത്രത്തിന്റെ തന്ത്രിയായി കണ്ഠരര് ബ്രഹ്മദത്തിനെ നിയമിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റേതാണ് തീരുമാനം. ചിങ്ങം 1-ന് തന്ത്രി ചുമതലയേൽക്കും. നിലവിലെ തന്ത്രി കണ്ഠരര് രാജീവരരുടെ മകനാണ്. ശബരിമലയിലെ താന്ത്രിക ചുമതലകൾ നിർവഹിക്കുന്നതിന് താഴമൺ മഠം കണ്ഠരര് ബ്രഹ്മദത്തിനെ നിയോഗിക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തു ചേർന്ന ബോർഡ് യോഗത്തിന്റേതാണ് തീരുമാനം. ചിങ്ങം 1-ന് തന്ത്രിയായി ബ്രഹ്മദത്തൻ ചുമതലയേൽക്കും. ബ്രഹ്മദത്തിന് താന്ത്രിക വൃത്തിയിൽ പരിജ്ഞാനമുണ്ടോ എന്ന് പരിശോധിക്കാനായി അക്കീരമൺ കാളിദാസ ഭട്ടതിരി, തറയിൽ കുഴിക്കാട്ട് അഗ്നിശർമ്മൻ വാസുദേവൻ ഭട്ടതിരി, കടിയക്കോൾ സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡ് വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു. അദ്ദേഹം തന്ത്രിയാകാൻ യോഗ്യനാണെന്ന് വിദഗ്ധ സമിതി പരിശോധിച്ച് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തീരുമാനം. തന്നെ തന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് തന്ത്രി കണ്ഠരര് രാജീവരര് ദേവസ്വം ബോർഡിന് കഴിഞ്ഞ ദിവസം കത്തയച്ചിരുന്നു. അനാരോഗ്യം മൂലം മാറി നിൽക്കുകയാണെന്നും മകൻ ബ്രഹ്മദത്തിനെ ശബരിമല തന്ത്രിയാക്കണമെന്നും ദേവസ്വം ബോർഡിനോട് തന്ത്രി കണ്ഠരര് രാജീവരര് ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യം പരിഗണിച്ചാണ് ബ്രഹ്മദത്തിനെ തന്ത്രിയാക്കാനുള്ള താല്പര്യം ദേവസ്വം ബോർഡ് അംഗീകരിച്ചത്. ന്യൂസ് ഡെസ്ക്.